നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ ഹിൽ ബസ്സിലെ കണ്ടക്ടറേയും ഡ്രൈവറിൻ്റെയും ഓരോ ദിവസത്തെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. അപ്പോൾ നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇവിടെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ബസ് കണ്ടിട്ട്. അപ്പോൾ നമുക്ക് ഈ ബസ്സാണ് പോകേണ്ടത്. കേസ് അങ്ങനെ നമ്മൾ ബസ്സിൻ്റെ അകത്തും കാര്യമൊക്കെ കയറിയിട്ടുണ്ട്. ഇതാണ് ബസ്സിൻ്റെ ക്യാബിനും കാര്യമൊക്കെ. കേസ് അങ്ങനെ നമുക്ക് പോകാനുള്ള സമയം കാര്യമൊക്കെ ആയിട്ട് നമ്മൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ട് റോഡിലോട്ട് പോവാണ്. അപ്പം ബസ്സിലെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കേസ് ഇതാണ് നമ്മുടെ ബിനിച്ചാൻ. ഇപ്പുറത്തിരിക്കുന്ന ആൻറ്റോണിനും കാര്യമൊക്കെ. ആൻറ്റോണിന് ഇപ്പോൾ സാമ്പ്രാണിത്തിൽ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ വെക്കാനുള്ളത്. ഗൈസ് ഈ ബസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൗണ്ട് ഉണ്ട്. സാധാരണ എന്തൊരു ഫീലിംഗ് ആണെന്നറിയാമോ? അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ബസ്സും കാലൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയും നേരെ റോഡിലോട്ട് പോകാൻ ഇവിടെ നിന്ന് ബസ്സൊക്കെ വളച്ച് നേരെ റോഡിൽ ചെന്ന് അവിടെ നിന്ന് ആൾക്കാരും കാലൊക്കെ എടുക്കണം. ഇതാണ് കരിമാന്തോട്ടിലെ ബ്ലൂ ഹില്ലിലെ സ്റ്റാൻഡിങ് കാര്യമൊക്കെ. ആൾക്കാരെ കയറ്റാൻ വേണ്ടി ബസ് കൊണ്ട് സ്റ്റാൻഡ് ചെയ്തിട്ട് നേരെ റോഡിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റോഡിൽ വന്നിട്ടുണ്ട്. റോഡിൽ വന്ന് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് സമയമുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ ചായ കുടിക്കാൻ പോകും. അങ്ങനെ നമുക്ക് പോകാനുള്ള സമയം കാര്യമൊക്കെ ആയിട്ടുണ്ട്. നടന്നു പോവാണ്. സ്കൂളുകൾക്ക് അവധിയായതുകൊണ്ട് ബസ്സിൽ നല്ല ആൾക്കാരും കാര്യങ്ങളൊന്നുമില്ല, കുറവാണ്. രാവിലെ തന്നെ ബസ്സിൽ ഭക്തിഗാനം കാര്യമൊക്കെയാണ് കേസ്. അങ്ങനെ നമ്മൾ തണുത്തോളം കാലൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ ആൾക്കാരൊക്കെ കയറ്റി നേരെ ഇനി പത്തനംതിട്ടയ്ക്ക് പോവാണ്.
ഇതാണ് നമ്മുടെ കണ്ടക്ടർ ബിനിഷാണ്. കേസ് നമ്മൾ പകുതി ആയപ്പോഴത്തേന് നല്ല ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫ്രണ്ടിൽ നിന്ന് നേരെ ബാക്കിലോട്ട് വന്നു കേസ്. അപ്പോൾ കേസ് നമ്മൾ കോന്നിയിലും കല്ലൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ആൾക്കാരെയും കല്ലൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ആൾക്കാരൊക്കെ ഇറക്കി നേരെ ബസ് കളയ്ക്കാൻ വേണ്ടി KSRTC സ്റ്റാൻഡിലോട്ട് പോവാണ് കേസ്. ഇതാണ് ബ്ലൂ ഹില്ലിലെ കളക്ഷനും കല്ലൊക്കെ നോക്കാൻ വരുന്ന ആൾ. എത്ര പേര് കയറി, എത്ര പേര് ടിക്കറ്റ് എടുത്തെന്നൊക്കെ നോക്കാൻ വരുന്ന ആളും കല്ലൊക്കെ. അങ്ങനെ നമ്മൾ കോന്നിയിലൊക്കെ ആൾക്കാരെല്ലാം ഇറക്കി നമ്മൾ നേരെ തന്നെ പത്തനംതിട്ടയ്ക്ക് പോവാണ്. പത്തനംതിട്ടയിലുണ്ട്. അങ്ങനെ പത്തനംതിട്ടയിലുണ്ട്. അങ്ങനെ നമ്മൾ പത്തനംതിട്ട സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. നമ്മുടെ സമയം കാലൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഇനി നേരെ പത്തനംതിട്ടയിൽ നിന്ന് ഇറങ്ങി ഇനി കരുമാന്തോളിന് പോവാണ്. നിന്റെ കൈ വെക്കണം. എന്റെ കൈ അങ്ങനെ ബ്ലൂ ഹില്ലിൻ്റെ കമ്പനിയുടെ ഫ്രണ്ടും കയറി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സ്പൈഡറിന് നല്ല കിടക്കുന്ന അടിയപ്പുറത്തെ ട്രാവലറും കിടപ്പുണ്ട്. അങ്ങനെ നേരെ അങ്ങനെ പോകുന്ന എത്തിയിട്ടുണ്ട്. നല്ല ബ്ലോക്കും കല്ലൊക്കെയാണ്. കോന്നി നല്ല ബ്ലോക്കും കല്ലൊക്കെയാണ്. എന്താണെന്നറിയില്ല. അങ്ങനെ കുറേ നേരം ബ്ലോക്കിൽ കിടന്നു. അങ്ങനെ നമ്മൾ നേരെ KSRTC സ്റ്റാൻഡിലേക്ക് പോകണം ബസ് കളയ്ക്കാൻ വേണ്ടി. പോലും വന്നില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ കോന്നി KSRTC സ്റ്റാൻഡിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ ആൾക്കാരെ എടുത്തിട്ട് നേരെ കരുമാന്തോളിന് പോവാണ്. നമ്മൾ ബസ് വളയ്ക്കാൻ പോയപ്പോഴും ബ്ലോക്കായിരുന്നു. ബസ് വളത്തിൽ തിരിച്ചു വന്നപ്പോഴും ബ്ലോക്കാണ്. അങ്ങനെ കുറേ നേരം ബ്ലോക്കിൽ കിടന്ന് അങ്ങനെ അങ്ങനെ കുറേ നേരം ബ്ലോക്കിൽ കിടന്ന് അങ്ങനെ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ട് അങ്ങനെ നേരെ നമ്മൾ കരുമാന്തോളിന് പോവാണ്. അങ്ങനെ ഇവിടെ തണ്ണിത്തോട്ടി വന്നിട്ടുണ്ട്. തണ്ണിത്തോട്ടി വന്നപ്പോൾ നമുക്ക് കഴിക്കാനുള്ള ഫുഡും കാലൊക്കെ വാങ്ങി വേണ്ടി ബിനിച്ചാൻ ഹോട്ടലിലേക്ക് പോയേക്കുവാണ്.
ഗൈസ് നമ്മൾ കരിമന്തോട്ടി വന്നിട്ടുണ്ട്. ഗൈസ് നമ്മൾ പോയ സമയം പിന്നെയും എടുക്കുമ്പോൾ നമുക്ക് ബോറടിക്കത്തില്ല. അപ്പോൾ നമ്മളിനി കഴിക്കാൻ പോവാണ് ഗൈസ്. കഴിക്കാൻ വേണ്ടി നമ്മൾ ഹോട്ടലിൽ നിന്ന് പൊറോട്ടയും ബീഫുമാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിനി കഴിക്കാൻ പോവാണ് ഗൈസ്. നമ്മൾ കഴിക്കാൻ വേണ്ടി നമ്മൾ വാടിയിലാണ് കഴിക്കുന്നത്. ഗൈസ് ഇനി ഞാൻ കഴിക്കുകയും കയ്യിലൊക്കെ ചെയ്യട്ടെ. അങ്ങനെ ഗൈസ് നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് നേരം വിശ്രമിക്കണം ഗൈസ്. ബിനിജാനും ആൻ്റോണും ഇതുവരെ കഴിച്ച് കഴിഞ്ഞില്ല. അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര നേരം നമ്മൾ പോയി വിശ്രമിക്കുകയും കയ്യിലൊക്കെ ചെയ്യണം. അങ്ങനെ അവർ കഴിച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് നേരം വിശ്രമിക്കുകയാണ്. ഗൈസ് എത്ര വെള്ളം കുടിച്ചാലും മതിയാകത്തില്ല ഗൈസ്. അത്രയും ചൂടും കയ്യിലൊക്കെയാണ്. ഗൈസ് ഇതാണ് ബസ്സും കാര്യമൊക്കെ. നമ്മൾ നേരെ ഇനിയും പോവുകയാണ്. നമുക്ക് പോകാൻ സമയമായി പത്തനംതിട്ടയ്ക്ക്. ഗൈസ് അങ്ങനെ ആൻ്റോണിൻ്റെ ബസ് എടുക്കാനുള്ള തയ്യാറെടുപ്പിലും കാര്യമൊക്കെയാണ്. ഗൈസ് നമ്മൾ ബസ് എടുക്കുന്ന സ്റ്റാൻഡിൽ നേരെ നമ്മൾ റോഡ് വന്നു. ഇനി ആൾക്കാരെയൊക്കെ കയറ്റി നേരെ പത്തനംതിട്ടയ്ക്ക് പോകണം. ഗൈസ് നമുക്ക് തണ്ടത്തോട്ട് വന്നപ്പോൾ കുറച്ച് നേരം ടൈം ഉണ്ടായിരുന്നു. നമുക്ക് ബസ്സിൽ ചൂടായതുകൊണ്ട് നമ്മൾ കടയിൽ വന്നിരിക്കുകയാണ്. ഗൈസ് ഞങ്ങൾക്ക് പോകാനുള്ള ടൈമും കാര്യമൊക്കെ തണ്ടത്തോട്ടി. അങ്ങനെ നേരെ തണ്ടത്തോട്ടി ഞങ്ങൾ പത്തനംതിട്ടയ്ക്ക് പോകണം. ഗൈസ് അങ്ങനെ നമ്മൾ പത്തനംതിട്ട സ്റ്റാൻഡ് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ആൾക്കാരെ ഇറക്കിയിട്ട് നമുക്ക് നേരെ പോകാനുണ്ട് ഗൈസ്. നമുക്ക് പമ്പിലേക്ക് പോകണം. ഡീസലും കാര്യമൊക്കെ അടിക്കാൻ വേണ്ടി പോകണം. ഇനിയും ആൾക്കാരൊക്കെ ഇനി ഇറക്കിയിട്ട് ഗൈസ് നേരെ ഇനിയും പമ്പിലേക്ക് പോവാണ്. ഗൈസ് നമ്മൾ പമ്പിൽ എത്തിയിട്ടുണ്ട്. പമ്പിൽ നമ്മുടെ വണ്ടി ഡീസൽ അടിക്കാൻ വേണ്ടി കയറ്റി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡീസലൊക്കെ അടിച്ച് നേരെ തിരിച്ച് സ്റ്റാൻഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയും ചെന്ന് സ്റ്റാൻഡിൽ വണ്ടി കയറ്റിയിട്ട് ഒരു നാരങ്ങളും കാര്യമൊക്കെ കുടിക്കണം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ സ്റ്റാൻഡിൽ മേലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയും കാര്യമൊക്കെ. ഇനി നമ്മളൊരു നാരങ്ങളും കുടിക്കാൻ പോകണം ഗൈസ്. അങ്ങനെ ഒരു നാരങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കുടിക്കട്ടെ ഗൈസ് ഞാൻ. ഗൈസ് അങ്ങനെ നമ്മുടെ ടൈമും കാര്യമൊക്കെ ആയിട്ടുണ്ട് പോകാൻ. അങ്ങനെ നേരെ നമ്മൾ കരിമാന്തോട്ടിന് പോവാണ് ഗൈസ്. അതുപോലെ തന്നെ ഈ വണ്ടി കരിമാന്തോട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു ട്രിപ്പ് തിരിച്ചുണ്ട്. അത് ഇവിടെ പത്തനംതിട്ട നിൽക്കുന്നതിന് 7 മണിക്കാണ്. പിന്നെ കരിമാന്തോട്ടി വരുമ്പോൾ 8:30 പിന്നെ എനിക്ക് വീട്ടിൽ പോയി താമസിക്കുന്നത് രാത്രിയാകും. ഞാൻ തന്നെ പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ കരിമാന്തോട്ടി ചെന്ന് തിരിച്ചുള്ള ട്രിപ്പിന് പത്തനംതിട്ടയ്ക്ക് വരുന്നില്ല. അതുപോലെ ഞാൻ വൈകിട്ടത്തെ ട്രിപ്പ് വന്നാൽ വീഡിയോ എടുത്താലും വലിയ ക്ലാരിറ്റിയും കാര്യമൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഞാൻ പോകുമായിരുന്നത്. ഗൈസ് അങ്ങനെ നമ്മൾ കോന്നി വന്നിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് അങ്ങാണ്ട് കോന്നി കിടക്കണം. നമ്മുടെ ടൈം ആയില്ല ഗൈസ്. ഗൈസ് നമുക്ക് ടൈം ആയിട്ടുണ്ട് തിരിച്ച് കരിമാന്തോട്ട് പോകാൻ. അങ്ങനെ നമ്മൾ നേരെ കോന്നി ഇറങ്ങുവാണ്.
ഗൈസ് അങ്ങനെ നമ്മൾ കരിമന്തോട്ടിലെത്തിയിട്ടുണ്ട്. ഗൈസ് ഞാൻ അന്നോണ്ടിനെ പൊക്കി പറയില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒരു വ്ളോഗ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്നോണ്ടും പറഞ്ഞ് ധൈര്യമായിട്ട് വന്നിട്ട് ഫുൾ ചിലവ് ഞാൻ എടുത്തിരിക്കുന്നു, രാവിലെ തൊട്ടുള്ള വൈകുന്നേരം വരെയുള്ള ചിലവ് എടുത്തോളാം എന്ന് പറഞ്ഞു. ഗൈസ് നല്ലൊരു സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് അന്നോണ്ട്. തന്നെ നമ്മൾ വീഡിയോ എടുത്തിട്ടെന്ന് ചോദിച്ചപ്പോൾ അന്നും പറഞ്ഞു ധൈര്യമായിട്ട് ഇനി വന്നോളം വരെ അന്നും പറഞ്ഞു. ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അന്നോണ്ടൻ്റെ വീട്ടിൽ നിന്ന് കല്ലൊക്കെയാണ് ഫുഡ് കൊണ്ടുവന്നത്. ഗൈസ് ഒരു രക്ഷയില്ലാത്ത ഫുഡും കല്ലൊക്കെ, അതുപോലെ തന്നെ സദ്യയായിരുന്നു ഗൈസ്, പായസം വരെ ഉണ്ടായിരുന്നു കുടിക്കാൻ. ഗൈസ് അതുപോലെ തന്നെ ഈ വീഡിയോ എടുക്കാൻ സമ്മതിച്ച ആൻറ്റോണ്ടനും പിടിച്ചാനും ഞാൻ താങ്ക് യു പറയുന്നു. ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ അവർ സമ്മതിച്ചല്ലോ. ഗൈസ് വീഡിയോ ഇത്രേ ഉള്ളൂ. കണ്ടോ ഗൈസ്, ബസ്സുകാർ ഒരു ദിവസത്തെ ജീവിതം, ഒരു ദിവസത്തെ ഡ്യൂട്ടിയിലുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗൈസ് ഭയങ്കര പാടും കണ്ടൊക്കെ ഗൈസ്, അതിനകത്ത് ഇരിക്കുന്ന കാലിലൊക്കെ എനിക്കിപ്പോഴേ ക്ഷീണം കാലൊക്കെ. ഇനി അവർക്കൊരു ട്രിപ്പ് കൂടെ പത്തനംതിട്ടയ്ക്ക് ഉണ്ട്. അവർ തിരിച്ച് പോയിട്ട് വരുമ്പോഴത്തേന് 8:30 കരുവന്നൂട്ട് വരും ഗൈസ്. അപ്പോൾ അതോടെ ഒരു ട്രിപ്പും കാര്യം നിൽക്കുന്നത്. അപ്പം എനിക്ക് രാത്രി വരെ നിൽക്കാൻ പറ്റില്ല ഗൈസ്, ഞാൻ പിന്നെ തന്നെ കയറി വരാൻ താഴെ, അതുകൊണ്ടാണ് ഗൈസ്. അപ്പം വീഡിയോത്തുള്ള വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇടാം. ബൈ ഗൈസ്.